ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മ്യൂച്വൽ ഫണ്ടുകൾ എളുപ്പത്തിൽ വായ്പ ലഭിക്കാൻ. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു രസകരമായ സാധ്യതയാണ്. അത് മ്യൂച്വൽ ഫണ്ടുകൾ പണയം വെച്ചുകൊണ്ടുള്ള വായ്പയാണ്. ഈ വായ്പ എന്താണ്, എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ്, ഏത് തരം ഫണ്ടുകൾക്ക് കൂടുതൽ വായ്പ ലഭിക്കും, ഏത് ബാങ്കുകൾ ഇത്തരം വായ്പകൾ നൽകുന്നു എന്നിവ നമുക്ക് വിശദമായി പരിശോധിക്കാം. മ്യൂച്വൽ ഫണ്ട് പണയപ്പെടുത്തി ഉള്ള വായ്പ എന്താണ്? നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപമുണ്ടെങ്കിൽ അവയെ ഈടായി വെച്ച് ബാങ്കുകളിൽ നിന്നോ ഫിനാൻസ് കമ്പനികളിൽ നിന്നോ വായ്പ എടുക്കാം. ഇതാണ് ഇൻസ്റ്റന്റ് ലോൺ അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട്. നിങ്ങളുടെ ഫണ്ടുകളുടെ മൂല്യത്തെ ആശ്രയിച്ചാണ് ലഭിക്കുന്ന വായ്പയുടെ തുക നിശ്ചയിക്കുന്നത്. എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്? അപേക്ഷ. നിങ്ങൾ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നു. മൂല്യനിർണ്ണയം. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ മൂല്യനിർണ്ണയം ചെയ്യുന്നു. വായ്പ അനുവദിക്കൽ. നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് വായ്പ അനുവദിക്കുന്നു. വായ്പ തുക ലഭിക്കൽ. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വായ്പ തുക ക്രെഡിറ്റ് ചെയ്യുന്നു. ഏത് തരം മ്യൂച്വൽ ഫണ്ടുകൾക്ക് കൂടുതൽ വായ്പ ലഭിക്കും? ഡെറ്റ് ഫണ്ടുകൾക്ക് ഇക്വിറ്റി ഫണ്ടുകളെ അപേക്ഷിച്ച് കൂടുതൽ വായ്പ ലഭിക്കും. കാരണം ഡെറ്റ് ഫണ്ടുകൾ സാധാരണയായി കുറഞ്ഞ വോളാറ്റിലിറ്റി ഉള്ളവയാണ്. ലിക്വിഡ് ഫണ്ടുകൾ, അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകൾ തുടങ്ങിയ ഹ്രസ്വകാല ഡെറ്റ് ഫണ്ടുകൾക്ക് കൂടുതൽ വായ്പ ലഭിക്കും. ഏത് തരം മ്യൂച്വൽ ഫണ്ടുകൾക്ക് കുറവ് വായ്പ ലഭിക്കും? ഇക്വിറ്റി ഫണ്ടുകൾക്ക് ഡെറ്റ് ഫണ്ടുകളെ അപേക്ഷിച്ച് കുറവ് വായ്പ ലഭിക്കും. കാരണം ഇക്വിറ്റി ഫണ്ടുകൾ വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്ക് കൂടുതൽ സംവേദനക്ഷമമാണ്. സ്മോൾ ക്യാപ് ഫണ്ടുകൾ, മിഡ് ക്യാപ് ഫണ്ടുകൾ തുടങ്ങിയ ഉയർന്ന വോളാറ്റിലിറ്റിയുള്ള ഇക്വിറ്റി ഫണ്ടുകൾക്ക് കുറവ് വായ്പ ലഭിക്കും. ഈ വായ്പയുടെ ഗുണങ്ങൾ അഥവാ ബെനിഫിറ്റസ്: വേഗത്തിലുള്ള അനുമതി. ഡിജിറ്റൽ പ്രക്രിയ കാരണം വളരെ വേഗത്തിൽ വായ്പ ലഭിക്കും. കുറഞ്ഞ പലിശ. വ്യക്തിഗത വായ്പകളെ അപേക്ഷിച്ച് പലിശ നിരക്ക് കുറവായിരിക്കും. ഫ്ലെക്സിബിൾ തിരിച്ചടവ്. നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ തിരിച്ചടവ് നടത്താം. മ്യൂച്വൽ ഫണ്ട് ഉടമസ്ഥാവകാശം നിലനിർത്താം. നിങ്ങൾക്ക് ഫണ്ടുകളുടെ ഉടമസ്ഥാവകാശം നിലനിർത്താം. വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അടിയന്തര ആവശ്യങ്ങൾ, വിവാഹം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാം. ഈ വായ്പയുടെ ദോഷങ്ങൾ അഥവാ ഡ്രോബാക്സ്: വിപണി അസ്ഥിരത. മ്യൂച്വൽ ഫണ്ടുകളുടെ മൂല്യം വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമാണ്. ലിക്വിഡേഷൻ ഭീഷണി. നിങ്ങൾ വായ്പ തിരിച്ചടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ടുകൾ ലിക്വിഡേറ്റ് ചെയ്യപ്പെടും. പരിമിതമായ വായ്പ തുക. നിങ്ങൾക്ക് ലഭിക്കുന്ന വായ്പ തുക നിങ്ങളുടെ ഫണ്ടുകളുടെ മൂല്യത്തെ ആശ്രയിച്ചിരിക്കും. ഏത് ബാങ്കുകൾ, NBFCകൾ ഈ വായ്പ നൽകുന്നു? ബാങ്കുകൾ: SBI, HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ പ്രമുഖ ബാങ്കുകൾ. NBFCകൾ: ബജാജ് ഫിൻസർവ്, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, ധനലക്ഷ്മി ഫിനാൻസ് തുടങ്ങിയ NBFCകൾ. ആർക്കൊക്കെ ഈ വായ്പ ഉപയോഗപ്രദമാകും? അടിയന്തിരമായി പണം ആവശ്യമുള്ളവർക്ക്, ക്രെഡിറ്റ് സ്കോർ കുറവായവർക്ക്, മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വായ്പയുടെ നിബന്ധനകൾ വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് വായ്പ തിരിച്ചടക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക. മ്യൂച്വൽ ഫണ്ടുകളുടെ മൂല്യം വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമാണെന്ന് മനസ്സിലാക്കുക. മ്യൂച്വൽ ഫണ്ട് ഈടുവച്ചുള്ള വായ്പ ഒരു നല്ല ഓപ്ഷനാണെങ്കിലും അതിന്റെ ഗുണദോഷങ്ങൾ നന്നായി മനസ്സിലാക്കിയ ശേഷമേ നിങ്ങൾ തീരുമാനമെടുക്കാവൂ. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ആവശ്യങ്ങളും അനുസരിച്ച് ബുദ്ധിപൂർവ്വം ഒരു തീരുമാനമെടുക്കുക. വായ്പയുടെ നിബന്ധനകൾ പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.